എല്ലാ നാട്ടിലും കാണാം എന്തിനും ഏതിനും തയ്യാറായിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ. ഏതൊരു പരിപാടിയുടെ വിജയത്തിന്റെ പിന്നിലും ഒരു കൂട്ടം ആളുകൾ ഉണ്ടെന്നുള്ളത് നമ്മൾ മറന്നു പോകരുത്. ഒരുപക്ഷെ ഇത്തരത്തിലൊരു കൂട്ടർ ഓരോ നാട്ടിലും ഇല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കുമില്ലേ ഓരോ നാടിൻ്റെയും അവസ്ഥ. ഓരോ നാട്ടിലും ഒരു കല്യാണം നടക്കണമെങ്കിലും ഒരു ഹൗസ് വാമിംഗ് നടക്കണമെങ്കിലും പാവപ്പെട്ട രോഗിക്ക് ഒരു ചികിത്സ ലഭിക്കണമെങ്കിലും നിലാരംബരായ കുടുംബങ്ങൾക്ക് ഒരു വീട് പണി നടക്കണമെങ്കിലും നാട്ടിലെ പൊതുജനോപകാരപ്രദമായ പല പരിപാടികൾ വിജയിക്കണമെങ്കിലും ഒരു ദുരന്തം നടന്നാൽ യാതൊന്നും നോക്കാതെ ദുരന്തമുഖത്ത് ഓടിയെത്തുന്നതിനും ഒരു അപകടം നടന്നാൽ എല്ലാം മറന്ന് അവിടെ എത്തുന്നതിനും നാട്ടിലെ സകലമാന പരിപാടികളുടെയും വിജയത്തിന് പിന്നിൽ യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ രാവെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഊണില്ലാതെ ഉറക്കൊഴിച്ച് മഴയത്തും വെയിലത്തും അവരെങ്ങനെ അധ്വാനിച്ചുകൊണ്ടേയിരിക്കും. നാട്ടിൽ ആയിരക്കണക്കിന് ആളുകളുണ്ടെങ്കിലും 1% ആളുകളെപ്പോലും ഇത്തരം ജോലികൾക്കൊന്നും കിട്ടാറില്ല കേട്ടോ. എന്നാൽ കിട്ടുന്ന ആളുകളെ നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അല്ലേ? ആഘോഷങ്ങൾക്ക് നിറം പകരാനും ആർത്തുല്ലസിക്കാനും അട്ടഹസിക്കാനും നമ്മൾ ഒരുപാട് പേരെ കാണാറുണ്ട് അല്ലേ? എന്നാൽ ഒടുവിൽ ആഘോഷങ്ങളും ആരവങ്ങളും എല്ലാം ഒഴിഞ്ഞാലും പന്തലയിക്കാനും ചെമ്പ് കഴുകാനും പരിസരം ക്ലീൻ ചെയ്യാനും ഞാൻ നേരത്തെ പറഞ്ഞ ഇക്കൂട്ടർ തന്നെ വേണം കേട്ടോ. എന്നാൽ എൻ്റെ ഗ്രാമത്തിൽ ഇത്തരത്തിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർ ഒന്നിച്ചപ്പോൾ ആ നാട്ടിലെ കലാകായിക മേളയ്ക്ക് വേണ്ടി സ്കൂളും പരിസരവും ശുചീകരണ പ്രവൃത്തി നടത്തുന്ന പരിപാടിയുടെ ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും യാതൊരു പ്രതിഫലവും ആഗ്രഹിക്കാതെ ചെയ്യുന്ന ഈ സേവനത്തിന് കുറ്റവും കുറവും കാണാനും അത് വിളിച്ചു പറയാനും കാണും കേട്ടോ എല്ലാ നാട്ടിലും ഒരു കൂട്ടം ആളുകൾ. അവരെ നമ്മൾ വിട്ടേക്ക്, ഇത് അവരുടെ കഥയല്ല. എന്നാൽ മറ്റു ചിലരുണ്ട് കേട്ടോ, ശാരീരികമായി സഹായിക്കാൻ സാധിച്ചില്ലെങ്കിലും സാമ്പത്തികമായി അവർ നമ്മെ സഹായിച്ചു കൊണ്ടേയിരിക്കും. മറ്റു ചിലരാവട്ടെ സുഭിക്ഷമായ ഭക്ഷണം നൽകി നമുക്ക് സ്നേഹം നൽകും. അവരെയും നമ്മൾ ഈ അവസരത്തിൽ സ്മരിച്ചുകൊണ്ട് ഇങ്ങനെ അണിയറയ്ക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന നാട്ടിലെ എല്ലാവർക്കും ദൈവം അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.